നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തമിഴ്നാട് വ്യാജമദ്യ ദുരന്തത്തെ അപലപിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇതോടുകൂടി 56 പേർ മരിച്ചു, 216 പേർ ചികിത്സയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ടും വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാകാത്തത് എന്താണെന്ന് നിർമ്മല സീതാരാമൻ ചോദിച്ചു. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ എവിടെയാണ്? തമിഴ്നാട്ടിലെ ജനങ്ങളോട് അദ്ദേഹം കാണിക്കുന്ന സഹതാപം ഇപ്പോൾ നഷ്ടമായോ? കോൺഗ്രസ് നേതാക്കളുടെ മൗനം ഞെട്ടിക്കുന്നതാണ് എന്ന് അവർ പറഞ്ഞു. ഇന്ത്യ മുന്നണിയിലെ DMK ആണ് തമിഴ്നാട് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഉത്തരവാദിത്വമുണ്ട്. മരിച്ചവരിൽ ഭൂരിഭാഗം ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണ്. വോട്ട് മാത്രമാണ് കോൺഗ്രസിന് വേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഖാർഗെയും രാഹുലും ഇതുവരെ വിഷയത്തിൽ പ്രതികരിക്കാത്തത്. ദുരന്തം സംബന്ധിച്ച് CBI അന്വേഷിക്കണം, ഇതുമായി ബന്ധപ്പെട്ടവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. കള്ളക്കുറിച്ചി ദുരന്തത്തിൽ ഖാർഗെയും സോണിയയും രാഹുലും പ്രതികരിക്കാത്തത് ദുരൂഹതയാണ് എന്നും BJP കുറ്റപ്പെടുത്തി. മരിച്ചവരിൽ 32 പേർ ദളിതരാണ്. ഇത് ദുരന്തമല്ല, കൂട്ടക്കൊലയാണ്. ഇത്രയും ഭീകരമായ ഒരു സംഭവം ഉണ്ടായിട്ടും പ്രതികരിക്കാതെ ഇന്ത്യ സഖ്യം നേതാക്കൾ മാളത്തിലാണ് എന്ന് BJP വക്താവ് സമ്പത് പത്ര കുറ്റപ്പെടുത്തി. തമിഴ്നാട് സർക്കാരും കോൺഗ്രസുമാണ് ദുരന്തത്തിന്റെ ഉത്തരവാദികൾ. വ്യാജമദ്യം നിർമ്മിക്കുമെന്ന് പോലും പറയാനുള്ള ധാർമ്മികത തമിഴ്നാട് സർക്കാർ കാട്ടുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ കൊടുകാര്യസ്ഥത ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.